ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് 2021 ഇലക്ഷൻ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവമാണ്. 2021 ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഞാൻ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്നു. അതുവരെ ഞാൻ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിട്ടേ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. കാരണം ഒരു ആശങ്കയും തോന്നിയില്ല. നമ്മൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്താണിതെന്നൊക്കെ നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമുക്ക് പരിശീലന ക്ലാസ്സുകളും ഒക്കെ കിട്ടുമല്ലോ. പിന്നെ 4 പേര് കൂടി ചേരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കറിയില്ലെങ്കിൽ വേറൊരാൾക്ക് എന്തായാലും അതിന് ആൻസർ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് യാതൊരു ആശങ്കയും തോന്നിയില്ല. അപ്പോൾ എനിക്ക് അപ്പോയിൻറ്റ്മെൻറ്റ് ഓർഡർ കിട്ടിയപ്പോഴത്തേക്കും അതിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഇല്ലായിരുന്നു. അപ്പോൾ അത് പിന്നെ എന്തായാലും റിസർവ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് അതും ഉറപ്പുണ്ട്. എനിക്ക് തിരുവല്ല നിയോജക മണ്ഡലത്തിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടത്. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ തലേ ദിവസം നമ്മൾ പോളിംഗ് സാമഗ്രികൾ വാങ്ങിക്കാനായിട്ട് ഉദ്യോഗസ്ഥരവിടെ സെൻറ്ററിലെത്തണം. രാവിലെ 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് ഒരു 9:30 10 മണിയൊക്കെ ആയി കാണും. അപ്പോഴേക്കും പിന്നെ അനൗൺസ്മെൻറ്റ് വന്നു. അതായത് പോളിംഗ് ഓഫീസേഴ്സ് ലഭ്യമല്ലാത്ത ഏതെങ്കിലും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക്, അതായത് അവിടെ അടുത്ത കൗണ്ടറിലേക്ക് ചെല്ലണമെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ ആ കൗണ്ടറിലേക്ക് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പം തന്നെ റിസർവ് ലിസ്റ്റിൽ നിന്ന് വിളിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് 10 മണിയാകാറായി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ നിന്ന് ഞാൻ സാറിനെ വിളിച്ചു. സാറേ, ഞാനിങ്ങനെ ഇന്ന കൗണ്ടറിൽ ഇവിടെ നിൽപ്പുണ്ട്. സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്തണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പെട്ടെന്ന് ഒരു കുട്ടിയുടെ സൗണ്ടാണ് ഫോണിൽ കൂടെ കേട്ടത്. അപ്പം ഞാൻ ചോദിച്ചു, ആരാന്ന് ചോദിച്ചപ്പം അതൊരു മോനോ മോളെന്ന് അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു, അച്ഛൻ കുളിക്കുവാന്ന് പറഞ്ഞു. ഞാൻ കുളിക്കുവാണോ? 10 മണിയായി. അപ്പോൾ കുളിക്കുന്നതേ ഉള്ളൂ. മാവേലിക്കര അപ്പുറം കണ്ടാ എനിക്കറിയത്തില്ല, ഞാൻ സാറിനെ കണ്ടിട്ടുമില്ല. ഞാൻ പിന്നെ പെട്ടെന്നങ്ങ് ഫോൺ വെച്ചു. അപ്പോഴത്തേന് എന്നെ വിളിച്ചു. അപ്പം എന്നെ റിസർവിലുള്ള ലിസ്റ്റിലുള്ള ടീച്ചറിൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ടീച്ചർ. എനിക്ക് സന്തോഷമായി. കാരണം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ കുളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ടീച്ചർ വന്ന് എന്നെ കണ്ടപ്പോഴത്തേക്കും ചോദിച്ചു, ടീച്ചറാണോ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തതെന്ന് ചോദിച്ചു. ഞാനെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? റിസർവിൽ നിന്ന് ലിസ്റ്റിൽ നിന്നല്ലേ പറഞ്ഞു തന്നെ. അപ്പോഴത്തേന് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വിളിച്ചുകൊണ്ടിരിക്കുക, സെക്കൻഡ് പോളിംഗ് ഓഫീസർ നല്ല അറിയാവുന്ന ടീച്ചറെന്നൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴത്തേനും അവിടെ ഇതാ വരുന്നു. ടീച്ചറിൻ്റെ മുഖഭാവമൊക്കെ ഇങ്ങ് മാറി. കഴിഞ്ഞ് ടീച്ചറിന് അപ്പോയിൻറ്റ്മെൻറ്റ് ഓർഡർ കിട്ടി. ടീച്ചർ വന്നു എൻ്റെ കൂടെ. അത് കഴിഞ്ഞ് ബാക്കി എന്താ സംഭവിച്ചതെന്ന് അടുത്തതിൽ. ഓക്കെ, താങ്ക് യു.